Hi friends, welcome to Commerce Bites. I hope you people are all doing well. So without much time, let's move to our motivational quote. It always seems impossible until it's done. നമ്മൾ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നവരെ നമ്മൾക്കത് ഇമ്പോസിബിൾ ആയിട്ട് തന്നെ ഇരിക്കും. അതങ്ങനെയാണ്. അത് നമ്മൾ ഒന്ന് അഡ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒരു 100% ഇട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക. ഓക്കെ, വർക്ക് ചെയ്യുക ഇൻ ദ സെൻസ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്കാണ് നമ്മൾക്ക് സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ അതിന് തന്നെ നമ്മൾ വർക്ക് ചെയ്യണം. ആൻഡ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് കിട്ടുന്നത് കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ചെയ്തു എന്നുള്ള ആ ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുവേണ്ടി പ്രയത്നിക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഡേറ്റ് വന്നിരിക്കുന്നത്, എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് August 14th, 2021 എന്നാണ്. നമുക്കറിയില്ല എത്രത്തോളം അത് ജെനുവിനാണ്, അത് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ആണോ അവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു ഡേറ്റ് ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഇനി നമ്മളുടെ കൺമുന്നിലുള്ളത് വെറും 60 days ആണ്. സോ ആ ഒരു 60 daysന് വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കൂ. യു ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദിസ് എക്സാം കേരള സെറ്റ് 2021. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, എന്നോട് കുറേ അധികം സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു, മാം പ്ലേലിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ എന്ന്. സോ വി ഹാവ് ക്രിയേറ്റഡ് ആ പ്ലേലിസ്റ്റ്. നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 10 പ്ലേലിസ്റ്റ് ഉണ്ട്. മാക്സ് സീരീസ് ഉണ്ട്, ഗോൾഡൻ സീരീസ് ഉണ്ട്. ഗോൾഡൻ സീരീസിൽ നമ്മൾ ഒരു 27 അല്ലെങ്കിൽ 25, 15 കീവേഡ്സ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കീവേഡ്സാണ് ഈ ഗോൾഡൻ സീരീസിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കേരള സെറ്റിൻ്റെ എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഹയർ എഡ്യൂക്കേഷൻ സീരീസ്. അതിൽ നമ്മളൊരു 12 വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാരത്തോൺ സീരീസ്, ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്, അത് 2019 ഉണ്ട്, അതുപോലെ 2021 ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സീരീസ്, റിസർച്ച് സീരീസ് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. അതിൽ നമ്മൾ 6 വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളെല്ലാവരും സീരിയസ് കാൻഡിഡേറ്റ്സ് ആണ്. കേരള സെറ്റ് എക്സാം എനിക്ക് ഇപ്രാവശ്യം എന്തായാലും വേണം. ദിസ് ഇസ് മൈ ലാസ്റ്റ് ചാൻസ്. ഞാൻ ഈ ഒരു പ്രാവശ്യം കൂടെ എഴുതുള്ളൂ, എനിക്കത് കിട്ടിയിരിക്കണം, ഞാൻ അതിങ്ങ് മേടിക്കും എന്നുള്ള ആ ഒരു മൈൻഡിലാണെങ്കിൽ യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ഗോണ ക്രാക്ക് ദിസ് എക്സാം. അതുപോലെ ഈ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ ഈ പറഞ്ഞ വീഡിയോസും ഈ പറഞ്ഞ പ്ലേലിസ്റ്റും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാവും. ദാറ്റ്സ് ഫോർ ഷുവർ. ഇതിൽ നിന്ന് എന്തായാലും ഒരു 80+ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, ആൻഡ് നൗ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻറ്റ് ഫേവറേറ്റ് സീരീസാണ്. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 30 പ്രൊപ്പൗണ്ടേഴ്സാണ്. അവർ പ്രൊപ്പൗണ്ട് ചെയ്ത തിയറീസും അതുപോലെ തന്നെ ടേംസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറൗണ്ട് 30 പ്രൊപ്പൗണ്ടേഴ്സിനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ പ്രൊപ്പൗണ്ടേഴ്സിൻ്റെ തിയറി ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വി ഹാവ് ക്രിയേറ്റഡ് എ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ്. ഓക്കെ, സോ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഈ പറയുന്ന എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സീരീസ്, റിസർച്ച് സീരീസ്, അതുപോലെയുള്ള പല സീരീസായിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ, നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളാകും. ആൻഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ നിങ്ങൾ ഓരോ പ്രൊപ്പൗണ്ടേഴ്സിൻ്റെ കാര്യം പഠിക്കുമ്പോഴും, അതിപ്പോൾ തിയറി ആണെങ്കിലും അതുപോലെ തന്നെ ടേം ആണെങ്കിലും, നിങ്ങളൊരു ചാർട്ട് എടുത്ത് അതിലൊന്ന് നോട്ട് ഡൗൺ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഞാനിപ്പോൾ 30 പ്രൊപ്പൗണ്ടേഴ്സിനെയാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ ഞാനിപ്പോൾ മിക്സപ്പ് ആയിട്ടാണ് പറയുന്നത്. ടീച്ചിങ് ഉണ്ടാവും, ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടാവും, റിസർച്ച് ഉണ്ടാവും, അങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സപ്പ് ആയിട്ടായിരിക്കും പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓരോ പേജിലായിട്ട് ഇപ്പോൾ ടീച്ചിങ്ങിൻ്റെ സെപ്പറേറ്റ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ സെപ്പറേറ്റ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുമെങ്കിൽ അങ്ങനെയായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് മൈക്രോ ടീച്ചിങ് പ്രൊപ്പൗണ്ട് ചെയ്തത് ഡുവെറ്റ് അലൻ. Okay, micro teaching Duet Allen. Okay, the next one, zone of proximal development ZPD എന്നും അതിനെ ഷോർട്ടാക്കി വിളിക്കും. അതിനെ വൈഗോട്സ്കി ആണ് പ്രൊപ്പൗണ്ട് ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. നമ്മൾക്ക് എന്താണോ അറിയുന്നത്, നമ്മൾക്ക് എന്താണോ അറിയാത്തത്, അത് തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടേമാണ്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ വുഡ് ഡിസ്പാച്ച് 1854. അത് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് ചാൾസ് വുഡാണ്. ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ സീരീസിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. അതിൽ വളരെയധികം ഈസി ആയിട്ട് പഠിക്കാവുന്ന കുറേ അധികം ട്രിക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇഫ് യു പീപ്പിൾ ആർ എ സീരീസ് കാൻഡിഡേറ്റ് looking forward for your Kerala Set 2021, you should definitely go and check out all these videos. Okay, അത്ര ക്ലിയർ ആൻഡ് ക്രിസ്പ് അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് ഈസി നോട്ട്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു കഥ പോലെ പറഞ്ഞു തരാം എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. അതിൽ 3 പാർട്സ് ഉണ്ട്. അത് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്ന ആ ഒരു സീരീസാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റുഡൻസ് നല്ല ഒരു റെസ്പോണ്ട് ചെയ്ത ഒരു വീഡിയോ കൂടിയാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു വുഡ് ഡിസ്പാച്ച് 1854 എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. 54 വുഡ്സ് നമ്മൾ പോകുന്ന വഴിയിൽ 54 വുഡ്സ് ഉണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് അപ്പോൾ വുഡ്സ് ഡിസ്പാച്ച് 54 എന്ന് ഓർക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സിറ്റുവേറ്റഡ് ലേണിംഗ് ആണ്. സിറ്റുവേറ്റഡ് ലേണിംഗ് വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ജീൻ ലെവ്. And the next one is mastery learning, which is the another important term. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ BCom കഴിഞ്ഞ് നമ്മൾ MComലേക്ക് പോകുന്നു. സോ അവിടെ നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യാണ്, മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ടേം പ്രൊപ്പൗണ്ട് ചെയ്തത് ബെഞ്ചമിൻ ബ്ലൂം ഇൻ ദ ഇയർ 1968. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടേം ഇസ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അത് പഠിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു, അഡ്വാൻസ് ഓസബിൾ. ഡേവിഡ് പി ഓസബിൾ ആണ് ഇത് പ്രൊപ്പൗണ്ട് ചെയ്തത്. സോ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് പി ഓസബിൾ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഡിസ്കവറി ലേണിംഗ്. ഡിസ്കവറി ലേണിംഗ് എന്ന ടേം പ്രൊപ്പൗണ്ട് ചെയ്തത് ബർണറാണ്. സോ ഓൾവേസ് കീപ്പ് ഇൻ യുവർ മൈൻഡ് ഡിസ്കവറി ലേണിംഗ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കവർ ചെയ്യാൻ താല്പര്യമുള്ള ആൾ ബർണറാണ്. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ടേമും, ഇപ്പോൾ ഓരോ ഫാദേഴ്സ് ആ ഒരു പെർട്ടിക്കുലർ ടേമിനുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ ഫ്രണ്ട്സോ ആ ഒരു പെർട്ടിക്കുലർ പേര് ഉണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആ ആൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നു. ഇപ്പോൾ ബർണർ ഡിസ്കവറി ചെയ്യുന്നു, ഓൾവേസ് ലേണിങ്ങിനെ ഡിസ്കവറി ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് ഓൾവേസ് വിൽ ബി ഇൻ യുവർ മൈൻഡ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ റിഫ്ലക്റ്റീവ് ടീച്ചിങ്. റിഫ്ലക്റ്റീവ് ടീച്ചിങ് പ്രൊപ്പൗണ്ട് ചെയ്തത് ജോൺ ഡ്യൂയി ആണ്. സോ റിഫ്ലക്റ്റീവ് ടീച്ചിങ്, റിഫ്ലക്ഷൻ കിട്ടുന്നത് ജോണിനാണ്. സോ ജോൺ ഡ്യൂയി ആണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസസ്. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തത് എഡ്ഗർ ഡെയിലാണ്. ആ ഒരു പേരിൽ തന്നെയുണ്ട് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസസ് എന്നുള്ളത്. സോ ഡെയിൽ, എഡ്ഗർ ഡെയിൽ. ഓക്കെ, ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസസ് എഡ്ഗർ ഡെയിൽ. ഡെയിലിനെ അല്ലെങ്കിൽ എഡ്ഗർ ഡെയിലിന് എക്സ്പീരിയൻസസ് വളരെയധികം ഇഷ്ടമാണ്. സോ കോൺ ഓഫ് എക്സ്പീരിയൻസസ് എഡ്ഗർ ഡെയിൽ. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കാനുള്ള ആ ഒരു ട്രിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് എഡ്ഗർ ഡെയിലിൻ്റെ ഒരു മെയിനായിട്ടൊരു പോയിൻ്റാണ് ലേണിംഗ് പിരമിഡ് എന്നുള്ളത്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. So have a look in that. And the next one is inductive thinking model. Inductive thinking model was propounded by Hilda Taba. സോ പഠിക്കുമ്പോൾ അതുപോലെ ഹിൽഡ തബ വളരെയധികം എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ ഹിൽഡ തബ തിങ്കിങ്, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ. ഇനി നെക്സ്റ്റ് വൺ എൻക്വയറി ട്രെയിനിങ് മോഡൽ. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ റിച്ചാർഡാണ് എൻക്വയറി ട്രെയിനിങ് മോഡലിൻ്റെ ഹെഡ്. കണ്ടോ, കണക്ട് ചെയ്ത് വന്നതുണ്ടോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ജുറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ വിച്ച് വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഡൊണാൾഡ് ഒലീവർ ആൻഡ് ജെയിംസ് ഷേവർ. 2 പേരാണ് ജുറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡലിലുള്ളത്, ഡൊണാൾഡ് ഒലീവർ ആൻഡ് ജെയിംസ് ഷാവർ. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് മോഡൽ. അതും ഹിൽഡ തബ തന്നെയാണ്. ഹിൽഡ തബയുടെ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടുള്ളൂ, കാരണം ആൾക്ക് കുറച്ചധികം പോയിൻറ്റ്സുകളുണ്ട്. സോ നമുക്കത് ഒരുമിച്ച് ക്ലബ് ചെയ്ത് എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, റൈറ്റ്? ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം വി നോ ദാറ്റ് ഇറ്റ് ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ പൈഗറ്റ് എന്നുള്ളത്, റൈറ്റ്? ഓൾവേസ് പൈഗറ്റ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് സ്റ്റുഡൻസിനാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റിവിസം തന്നെയാണ് പൈഗറ്റിൻ്റെ മെയിനായിട്ടുള്ളൊരു തിയറി. ഇനി നെക്സ്റ്റ് വൺ പ്ലേറ്റോന് ഒരു കുറച്ച് സ്പേസ് ഇട്ടുള്ളൂ.
എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഓൾമോസ്റ്റ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് അറിയുന്നുണ്ടാവും. ബിക്കോസ് ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഒരു റെഡ് പെൻ വെച്ച് മാർക്ക് ചെയ്തോളൂ എന്നുള്ളത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഓൾ ഫോളോയിങ് ദ വേ വിച്ച് വി ആർ ഡിസ്കസിങ്, റൈറ്റ്? സോ ദ നെക്സ്റ്റ് വൺ ഇസ് പ്ലേറ്റോ ഇൻ റിപ്പബ്ലിക്. പ്ലേറ്റോ റിപ്പബ്ലിക്കിന് വേണ്ടി നടന്ന ആളാണ്. സോ പ്ലേറ്റോ റിപ്പബ്ലിക്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ദ തിയറി ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് വിച്ച് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ തോറൻഡിക്. തിയറി ഓഫ് ട്രാൻസ്ഫർ, TT, ട്രാൻസ്ഫർ തോറൻഡിക്. കണ്ടോ കണക്ഷൻ? ഇനി ദ നെക്സ്റ്റ് വൺ ഇസ് ബാങ്കിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ. ബാങ്കിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ പൗലോ ഫെറേനെ കണക്ട് ചെയ്ത് കുറേ അധികം പോയിൻറ്റ്സ് ഉണ്ട്. സോ ഓൾവേസ് കീപ്പ് എ ഗ്യാപ്പ് ഫോർ പൗലോ ഫെറെ, കാരണം കുറച്ചധികം പോയിൻറ്റ്സ് നമ്മൾക്ക് അതിലേക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പോയിൻ്റേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി പുറകെ വരുന്നുണ്ട്. ഓക്കെ, സോ ബാങ്കിങ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ പൗലോ ഫെറെ. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, empty vessel concept which is propounded by Skinner. Empty vessel concept, that is Skinner. Ini moving to the next one, multiple intelligence which was propounded by Howard Gardner. അപ്പോൾ ഒന്നും ചിന്തിച്ചാൽ മതി, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ഹാർവേഡിൻ്റെ ഗാർഡനിൽ. സോ ഹാർവേഡ് ഗാർഡനർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാം അത് ഫ്ലവേഴ്സ് ആണെന്ന്. സോ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് Howard Gardner, multiple intelligence. Moving to the next one, intelligence test വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് which was propounded by Stanford Bennett. Intelligence test was proposed by Stanford Bennett. And the next one is experiential intelligence which was propounded by സ്റ്റേൺബർഗ് ആണ് എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് പ്രൊപ്പോണ്ട് ചെയ്തത്. ഇത് രണ്ടും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻ്റലിജൻസ് ടെസ്റ്റാണ് സ്റ്റാൻഫോർഡ് ബെനറ്റ്. എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ്, അതായത് എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻ്റലിജൻസ് പ്രൊപ്പോണ്ട് ചെയ്തത് സ്റ്റേൺബർഗ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ബിഹേവിയറിസം വിച്ച് വാസ് പ്രൊപ്പോസ്ഡ് ബൈ വാട്സൺ. നെക്സ്റ്റ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, വൈഗോട്സ്കി. നേരത്തെ ഞാൻ പറഞ്ഞു വെറും കൺസ്ട്രക്റ്റിവിസം പൈഗറ്റ് ആണെന്ന്. സോ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കിയാണ്. വൈഗോട്സ്കിക്ക് കൂടുതലും സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റിവിസമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കി ആൻഡ് കൺസ്ട്രക്റ്റിവിസം പൈഗറ്റുമാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ലിബറേഷനിസം വിച്ച് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ പൗലോ ഫെറെ. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു പൗലോ ഫെറേൻ്റെ കുറേ അധികം പോയിൻറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളത്. സോ സ്പേസ് വിടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ലിബറേഷനിസം എന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ പൗലോ ഫെറെ 1968 പ്രൊപ്പോണ്ട് ചെയ്ത ഒരു തിയറിയാണ് ക്രിട്ടിക്കൽ പെഡഗോഗി. ഓക്കെ, ക്രിട്ടിക്കൽ പെഡഗോഗി പൗലോ ഫെറെ, പെഡഗോഗി പൗലോ, PP. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സിമ്പിളായിട്ടുള്ള പെഡഗോഗി. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ക്രിട്ടിക്കൽ പെഡഗോഗിയാണ്. വെറുതെ സിമ്പിളായിട്ടുള്ള ഒരു പെഡഗോഗി പൈഗറ്റാണ്. പെഡഗോഗി പൈഗറ്റ്, ക്രിട്ടിക്കൽ പെഡഗോഗി പൗലോ ഫെറെ. ഓക്കെ, ആൻഡ്രഗോഗി മാൽക്കം ഷെപ്പേർഡ്. സോ ക്രിട്ടിക്കൽ പെഡഗോഗി പൗലോ ഫെറെ, pedagogy പൈഗറ്റ്, and the last one andragogy Malcolm Shepard. And the next one is pragmatist philosophers are Charles Sandier Peirce and William James. Pragmatist philosophers are Charles Sandier Peirce and William James. So with this note we are concluding. ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ you people can definitely post that in our community tab. Okay, with this note we are concluding. That's all for now. Let's see in the next video. Till then, work hard and study well. Thank you.